മിഥുനും കുടുംബവും താമസിച്ചിരുന്ന ആ ഒറ്റമുറി വീടിനും ആ ചെറിയ മുറ്റത്തിനും താങ്ങാവുന്നതിനും അപ്പുറമാണ് അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടം. എപ്പോഴും ചിരിച്ച് കളിച്ച് അവർക്കിടയിൽ ഉണ്ടായിരുന്ന മിഥുൻ ഇല്ലെന്ന വേദന അവർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? നമുക്ക് പരിചയം പോലുമില്ല, കണ്ടൊരു പരിചയം പോലുമില്ല മിഥുൻ എന്ന ആ കൊച്ചു മിടുക്കനെ. എങ്കിൽ പോലും നമുക്ക് തന്നെ എത്രത്തോളം വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് മിഥുൻ്റെ വിയോഗം. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടില്ലാതായി പോകുന്നു എന്ന സാഹചര്യം അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അങ്ങനെയെങ്കിൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. സ്വന്തം മക്കൾക്ക് വേണ്ടി, അവരുടെ ജീവിതം ഒരു കര പറ്റിക്കാൻ വേണ്ടി വീടും മക്കളെയൊക്കെ താൽക്കാലികമായി ഉപേക്ഷിച്ച് വിദേശത്തേക്ക് വീട്ടുപണിക്കായി പോയൊരമ്മയാണ് സുജ. ആ അമ്മ വിദേശത്തെത്തി 7 മാസം തികയും മുമ്പ് അറിയുന്നത് താൻ ആർക്കു വേണ്ടിയാണോ അവിടേക്ക് എത്തിയത് ആ മകൻ, ആ മക്കളിൽ ഒരാൾ, മൂത്തവൻ ഇനി ഇല്ല എന്ന വലിയ ദുഃഖമാണ്. ഒരിക്കലും ജീവനുള്ളിടത്തോളം കാലം ആ അമ്മയ്ക്ക് മറക്കാൻ കഴിയാത്ത, ഒരു ദിവസം പോലും ഓർത്ത് വിതുമ്പാതിരിക്കാൻ കഴിയാത്ത പോലെയുള്ള ആഴത്തിലുള്ള ഒരു മുറിവാണ് ആ മനസ്സിനെ ഏറ്റിരിക്കുന്നത്. എന്തായാലും ഹരിപ്പാട് കഴിഞ്ഞിരിക്കുകയാണ് സുജയെ. എത്രയും പെട്ടെന്ന് ശാസ്താംകോട്ടയിലെ വിളന്തറയിലെ ഈ വീട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്മ അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ന് രാവിലെ നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ട വൈകാരികമായ രംഗങ്ങൾക്കപ്പുറം, നമുക്കൊക്കെ കണ്ടു നിൽക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വൈകാരിക കാഴ്ചകൾക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതാണ് നമ്മുടെയൊക്കെ ദുരവസ്ഥ. എന്തായാലും ആ കുടുംബത്തിന് ഈ വലിയ ദുഃഖം താണ്ടാൻ, അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ വിലാപയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വീട്ടിലേക്ക് എത്തുമല്ലേ? സ്കൂളും വീടും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ. സ്കൂളിൽ തന്നെ നമ്മൾ കണ്ടതാണ് അണമുറിയാത്ത ജനപ്രവാഹം. അവർക്കിടയിൽ കളിച്ച് ചിരിച്ച് നടന്ന ഒരു കുഞ്ഞാണ് പെട്ടെന്നില്ലാതാകുന്നത്. അതുകൊണ്ട് തന്നെ അവനെ അവസാനമായ ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും വീട്ടിലേക്കും സമാനമായ രീതിയിൽ തന്നെ ജനങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? ശരണ്യ, കേൾക്കുന്നുണ്ടോ? അല്പസമയത്തിനകം കുട്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വിളന്തറയിലെ വീട്ടിലേക്കെത്തും. നമ്മൾ ഈ പരിസരം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, മതിലുകളില്ലാത്ത വീടുകൾ അടുത്തടുത്തുള്ള ഒരിടം. അപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെയും ഈ ഓരോ വീടുകളുമായും എത്രമാത്രം അടുപ്പം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു ഇടങ്ങൾ പോലെ, നഗരപ്രദേശങ്ങളൊന്നും പോലെയല്ല, ഒരു ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. തൊട്ടപ്പുറത്ത് ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ ഈ ഒരു ഇടത്തുനിന്ന് എല്ലാവരുമായും മിങ്കിൾ ചെയ്ത് പോകുന്ന, എല്ലാവരുമായി ഇടപെട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നു മിഥുൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അവനെക്കുറിച്ച് അറിയാം. ഫുട്ബോൾ കളിക്കുന്നതും ഒപ്പം തന്നെ ഇവിടുന്ന് സ്കൂളിൽ പോകുന്നതും അവൻ്റെ കുസൃതികളും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ദുഃഖത്തെ ഉൾക്കൊള്ളാനായി കഴിയുന്നില്ല എന്നാണ്. മറ്റൊരു രീതിയിലുള്ള ഒരു അപകടമല്ല, ഇങ്ങനൊരു ദാരുണമായ സംഭവത്തിൽ മരണപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഒരു തീരാ നോവായി. നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കുഞ്ഞാണ്. പക്ഷേ നമുക്ക് വല്ലാത്ത വേദന, അവൻ്റെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോഴും നമുക്കൊരു വല്ലാത്ത വേദന നമുക്കുണ്ടാകുന്നുണ്ട്. ആ വേദന അതിനേക്കാൾ 10 മടങ്ങ് വേദനയുള്ളവരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ഓരോ മനുഷ്യരും എന്നുള്ളതാണ്. ആ അമ്മ മനസ്സും ഒരു കാരണവശാലും നമുക്കറിയാം, നമുക്കും കുട്ടികളുള്ളവരാണ്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ അവർക്ക് അതിജീവിക്കാൻ കഴിയുക എന്ന് ആലോചിക്കുമ്പോൾ പോലും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, എങ്ങനെ ഈ വിഷമത്തെ മറികടിക്കും. നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ മൂത്ത മകൻ, അല്ലെ, മൂത്തവൻ ഇല്ലാതാകുന്നു അതിനകത്ത് എന്നുള്ളതാണ് ഏറ്റവും, ഒരു രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് തങ്ങൾ ജീവിച്ചിരിക്കെ മക്കൾ നമ്മളെ വിട്ടു പോവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ദുഃഖം പേറേണ്ടി വരുന്ന, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ദുഃഖം പേറേണ്ടി വരുന്ന ഹതഭാഗ്യയായ ഒരു അമ്മയാണ് സുജ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം.
ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഇനിയും എത്രയോ കാലം ജീവിച്ചു തീർക്കേണ്ടതായുണ്ട്. ആ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു ദുഃഖത്തിൽ നിന്ന് അവർക്ക് മറികടക്കാൻ കഴിയാത്ത വിധം ഒരു കുടുംബത്തെ ആകെ അങ്ങനെ ഒരു ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് ഈ സംഭവങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. അതോടൊപ്പം തന്നെ ഇതിനെ ഈ ഒരു സംഭവത്തെ ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആണ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒക്കെ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു സാഹചര്യം അങ്ങനെയാണ്. 2 മക്കളെ അമ്മമ്മയെ ഏൽപ്പിച്ചിട്ട് വീട്ടുജോലിക്കായിട്ട് കുവൈറ്റിൽ ഒരു കുടുംബത്തോടൊപ്പം പോകുന്നു. അവിടെ നിന്ന് ജോലിയെടുത്ത് തുടങ്ങി തൊട്ടടുത്തുള്ള വീടുകളൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ വീട് ഇവരുടേതാണെന്നുള്ളതാണ്. ആ ഒരു വീട്ടിനകത്താണ് അതുങ്ങൾ താമസിക്കുന്നത്. അത്രയും സങ്കടകരമായ അവസ്ഥയിൽ നിന്നാണ് ആ കുഞ്ഞ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും ചിരിയും കളിയുമായി നിന്നിരുന്ന ഒരു കുഞ്ഞാണ് എന്നുള്ളതാണ് അധ്യാപകരടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പോയ ഒരു കുട്ടിയാണ് പെട്ടെന്നൊരു മരണത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. എങ്ങനെ ആ രക്ഷകർത്താക്കൾ ഉൾക്കൊള്ളും എന്നുള്ളത് വലിയ ചോദ്യമാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം കൂടെ ഒന്ന് ഇരുന്ന് ആശ്വസിക്കാൻ ഒരു വാക്ക് പറയാൻ പോലും ആരുമില്ലാതെ ഇത്രയും ദൈർഘ്യമേറിയ ഒരു യാത്ര കഴിഞ്ഞാണ് അവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇറങ്ങിയത്. ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വന്തം ബന്ധുക്കളെ കാണുന്നത് വരെ അവിടെ ഒന്ന് കരയാതെ നിന്ന സുജ ആ നിമിഷം അവിടെ തളർന്നു വീഴുമായിരുന്നു. സഹോദരിയുടെയും ഇളയ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അവരുടെ ദേഹത്തേക്ക് തളർന്നു വീഴുന്ന സുജയാണ് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കണ്ടത്. നമുക്ക് മനസ്സിലാകും ആ ഒരു ദുഃഖം എത്രമാത്രം വലുതാണ് എന്നുള്ളത് മനസ്സിലാകും. ഓരോ രക്ഷിതാക്കൾക്കും മനസ്സിലാകും അത് എത്രമാത്രം സങ്കടകരമാണ് എന്നുള്ളത്. ഇപ്പോൾ ഇളയ കുട്ടിയെ 2 കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോയ അമ്മ ഇപ്പോൾ ഒരു ഇളയ കുഞ്ഞിനെ ചേർത്ത് മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മൂത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് സംഭവിച്ചു എന്ന് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനും കഴിയാത്ത ആത്മരോഷവും സംഘർഷങ്ങളും മാനസിക സംഘർഷങ്ങളും ഒപ്പം അതിനേക്കാൾ വലിയ ദുഃഖവും അതീവ ദുഃഖവും ഒക്കെ തളം കെട്ടിയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നതും കടന്നു പോകുന്നതും എന്നുള്ളതാണ്. അല്പം ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ ആ അധ്യാപകർ, ഈ മരണം സംഭവിച്ച കുടുംബം, ആ അധ്യാപകർ, ആ സ്കൂളിൽ ഉണ്ടായിരുന്ന കുഞ്ഞുമക്കൾ, അവരെല്ലാവരും ഈ സംഭവത്തിന് സാക്ഷികളായി നിന്നവരാണ്. അവരുടെയൊക്കെ മനസ്സിൽ അവരൊക്കെ കടന്നുപോയ ആ ഒരു ട്രോമയിൽ നിന്ന് അവരെങ്ങനെ മറികടക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ ആ കുട്ടികൾക്ക് പോലും, കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളായ വിദ്യാർത്ഥികൾക്ക് പോലും ഇങ്ങനെ അവരുടെ കൺമുന്നിൽ വെച്ച് സംഭവിച്ച ഒരു കാര്യത്തിന്റെ ആ ഒരു ട്രോമയിൽ നിന്ന് അവർക്ക് ഒരിക്കലും മറികടക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മുറിവായി എല്ലാവരുടെയും ഹൃദയത്തിൽ, അറിയുന്നവരുടെയും അറിയാവുന്നവരുടെയും ഒക്കെ ഹൃദയത്തിൽ ഒരു വലിയ മുറിവായാണ് ആ കുഞ്ഞു ജീവൻ നമ്മളെ എല്ലാവരെയും വിട്ടെപ്പോൾ പോകാൻ തയ്യാറെടുക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശാസ്താംകോട്ടയിലെ വിളന്തറയിലെ വീട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ മിഥുൻ്റെ മൃതദേഹം വിലാപയാത്രയായി അവിടേക്ക് എത്തിച്ചേരും. അവിടെയും 100 കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നത്.